ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമടുത്ത സഹായകൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ തരികിൽ ഒരു സുഖവ മനഃശാന്തിയതു. ഇഹലോകമോ തരികിൽ ഒരു സുഖവ മനഃശാന്തിയതു. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്റെ ആയുസ്സെന്റെ നമോക്കയും തിരുനാമമഹത്വത്തിനായി. എന്റെ ആയുസ്സെന്റെ നമോക്കയും തിരുനാമമഹത്വത്തിനായി. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ചാരത്തും ദൂരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ സ്നേഹവന്ദനം അറിയിക്കുന്നു. യേശുക്രിസ്തുവിനെ പരസ്യ കവലിൽ നിന്ന് പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം തെരുക്കോണിൽ നിന്ന് യേശുവിനെ പറയുമ്പോൾ യേശുവിൻ്റെ കൽപ്പനയാണല്ലോ എന്നോർത്താണ് അതിന് സന്തോഷം. യേശുവിനെ യഹൂദ മത മേധാവികളുടെ തീരുമാനപ്രകാരം റോമ ഗവൺമെന്റ് ആണ് ക്രൂശിൽ തറച്ച് കല്ലറയിൽ അടങ്ങി. എല്ലാവരും വിചാരിച്ചു അതോട് തീർന്നു പോയി എന്ന്. കാരണം റോമ സാമ്രാജ്യമല്ലേ ചെയ്തിരിക്കുന്നത്. അവരുടെ ശിക്ഷകളോ നിയമങ്ങൾക്കോ ഒരു അളവില്ലാത്ത നിലയിൽ കൂടിയാണ് റോമ സാമ്രാജ്യം. 4 ലോക സാമ്രാജ്യങ്ങളാണ് ലോകത്തിൽ വന്നത്. ഒന്ന് ക്രിസ്തുവിന് മുമ്പ് BC 606 ബാബിലോൺ സാമ്രാജ്യവും, അത് കഴിഞ്ഞ് മേദ്യ പാർസ്യ 3 മഹാനായ അലക്സാണ്ടർ സാമ്രാജ്യം, 4ാമത് റോമ സാമ്രാജ്യത്തെ പറയുന്നത് അത് ഇരുമ്പ് പോലെ ബലമുള്ള സാമ്രാജ്യം എന്നാ പറയും. അപ്പൊ ആ സാമ്രാജ്യത്തിന്റെ നിയമപരമായ എല്ലാ വശങ്ങളും ചിന്തിച്ച് ഒരു വാകപ്പഴയും വരാതെ 100% ഉറപ്പാക്കിക്കൊണ്ടാണ് യേശുവിനെ അവര് കല്ലറയിലേക്ക് പറഞ്ഞു വിട്ടത്. അങ്ങനെ കല്ലറയിൽ അടക്കിയെങ്കിലും
മൂന്നാം ദിവസം അവരെങ്ങനെ ക്രൂശിൽ കയറ്റിയോ അങ്ങനെ തന്നെ അവർ എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ചയെ കാണുന്നത്. യാതൊരു കേടുപാടുകളും ഇല്ലാതെ വളരെ സന്തോഷവനായി നിൽക്കുന്ന ആ കാഴ്ച ശിഷ്യന്മാർ കണ്ടപ്പോൾ അവർ അന്തം വിട്ടുപോയി. ഇത്ര ഭയങ്കരനായ, ഇത്ര മഹാനായ ഒരു ദൈവത്തിന്റെ അല്ലെങ്കിൽ സൃഷ്ടാവിന്റെ ഒരു ഉടയവന്റെ കൂടെയാണല്ലോ ഞങ്ങൾ കഴിഞ്ഞ 3.5 വർഷക്കാലം സഞ്ചരിച്ചെന്ന് ഓർത്തപ്പോൾ അവരുടെ ആ ദുഃഖങ്ങളെല്ലാം മാറി അവരെ സന്തോഷവാന്മാരും ഉണർന്ന് ഉന്മേഷവാന്മാരായി തീർന്നു. അപ്പോൾ യേശു അവരോട് കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാതെ തന്നെ അവരോട് പറഞ്ഞു, നിങ്ങളിതേ കാണുന്നത് ലോകം മുഴുവൻ അറിയിക്കണമെന്ന്. ഇന്നത്തെ പോലെ ആധുനിക യാത്രാ സൗകര്യങ്ങളോ അല്ലെങ്കിൽ മൈക്കോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് യേശു അവരോട് പറഞ്ഞു. അപ്പൊ അവർക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങളോട് പറഞ്ഞവൻ ഞങ്ങളിത് ശക്തീകരിക്കാൻ മതിയായവനാണെന്ന്. അങ്ങനെ അവര് അന്ന് അറിയപ്പെടുന്ന ലോകങ്ങളിൽ, സർവ്വലോകങ്ങളിലെ സുവിശേഷം അറിയാം. നൂറ്റാണ്ടിൽ തന്നെ വേദപുസ്തകത്തിലെ പെൻബോളിന്റെ ലേഖനങ്ങളുടെ ഒരു പ്രധാന ലേഖനമാണ് കൊലോസ്യ ലേഖനം. ആ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതുന്നു, സർവ്വലോകത്തിന് എന്ന പോലെ നിങ്ങളുടെ ഇടയിലും സുവിശേഷം വന്നു. നോക്കണമേ, അപ്പൊ അന്ന് സർവ്വലോകവും ഈ സുവിശേഷം കേൾക്കുവാനിടയായി. എന്തുകൊണ്ടാണ് ഈ സുവിശേഷം ഇങ്ങനെ കേൾക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനാപരയോടെ ചിന്തിച്ചു നോക്കിക്കേ. യേശു ചെയ്ത അനേക അത്ഭുതങ്ങൾ വേദപുസ്തകത്തിലുണ്ട്, ബൈബിള് സുവിശേഷത്തിലുണ്ട്. എന്നതില് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നൈലിന്റെ വിധവ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. ഭർത്താവ് മരിച്ചുപോയി. ആ മകനിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു അനുഭവം നിങ്ങൾ ചിന്തിച്ചു നോക്കിയ. സ്ത്രീ വിധവയാണ്, ഏക മകനാണ്. അവരോട് എന്തുമാത്രം സ്നേഹത്തോടു കൂടി ആയിരിക്കും ആ അമ്മ അവനെ കൊണ്ടു നടക്കുന്നത്. അവൻ ഒരു സുപ്രാതിൽ മരിച്ചുപോയി. മരിച്ചിട്ട് അവനെ ശവമടക്കുവാൻ വേണ്ടി ദൈവാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന യാത്രാമധ്യാണ് യേശു അത് കണ്ടത്. അപ്പൊ യേശു കണ്ടപ്പോ യേശുവിനൊരു സഹതാപം തോന്നിയൊരു വിനയം തോന്നിയൊരു മനസ്സിനൊരു വേദന. കാരണം ആ സ്ത്രീയെ കാണുമ്പോൾ അറിയാം അവരുടെ ദുഃഖം. കാരണം വിധവയാണ്, ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൊരു വേദന എന്തുമാത്രമാണ്. മനുഷ്യർക്ക് അതിന്റെ പൂർണ്ണമായി അറിയാൻ പറ്റുകയില്ല. കാരണം ഇനി അതിനൊരു പരിഹാരമില്ലാത്തൊരവസ്ഥയിലാണ് അവർ ആ ശവമായിട്ട് പോകുന്നത്. നീറുന്ന ഹൃദയം, വേദനിക്കുന്ന ഹൃദയം, മറ്റാർക്കും ആശ്വസിക്കാൻ പറ്റാത്തൊരു ഹൃദയം. യേശുവിനോട് അവരുടെ സങ്കട യാതന യാതൊന്നും പറഞ്ഞില്ല. യേശു ആ ശവമഞ്ചം പോകുന്ന പോക്കെ കണ്ടോളൂ. അതിൽ നിന്ന് മനസ്സിലാക്കി ആ സ്ത്രീയുടെ ഹൃദയത്തിന്റെ വേദന അതേപടി മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ് യേശു. ആ ശവമഞ്ചത്തെ നോക്കി തൊട്ടു അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച അമ്മയുടെ കൂടെ വിട്ട്. എത്രയോ സന്തോഷം അവരെയുള്ളവരെ. ഈ ലോകത്തിൽ ആർക്കാണ് സാധിക്കുന്നത്? യേശുവിനല്ലാതെ. ആ ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കി അവനെ, ആ മരിച്ചവനായിരുന്ന ആ മകനെ ആരോഗ്യമുള്ളവനായി എഴുന്നേൽപ്പിച്ച് യേശു അവന്റെ കൂടെ വിട്ടു, അമ്മയുടെ കൂടെ വിട്ടു. അവർ വളരെ സന്തോഷമായ ഭവനത്തിൽ അനുഗ്രഹമായി തീർന്നു. ആ യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പൊ നമ്മള് ഒരു മദ്യത്തിന് അടിമപ്പെട്ട ഒരു ഭവനത്തിന്റെ ചരിത്രം നമ്മൾ ഭാവനയിലൊന്ന് കണ്ടേ. ആ ഭാര്യ എന്നും ദുഃഖിതയായിരിക്കും, അവൾ വേദനപ്പെട്ടായിരിക്കും ജീവിക്കുന്നത്. ആ മക്കളുടെ ഒരു ഭാവി, അവർക്ക് എന്തോ ഒരു സങ്കടം ഉണ്ടായിരിക്കും. ആ മദ്യത്തിന് അടിമപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ മക്കൾ എന്തോ ഒരു വേദനയോടുകൂടി ആ ഭവനത്തിൽ താമസിക്കുന്നത്. ആ വേദനകള് അത് മാറ്റിയെടുക്കാൻ ആർക്കാണ് സാധിക്കുന്നത്? കാരണം അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിനോ ഭാവി കാര്യങ്ങൾക്കോ വേണം. അപ്പൻ മദ്യഷാപ്പിൽ കൊടുക്കുന്നു, അപ്പന്റെ ശരീരത്തിന്റെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അമ്മ ദുഃഖിതയായിരിക്കുന്ന ഒരു നിരാശ ദളം കെട്ടി നിൽക്കുന്ന ഒരു ഭവനാന്തരീക്ഷം. യേശു പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ കാരണം അത് കേൾക്കുമ്പോ ആ മനുഷ്യന് അതിൻ്റെ മാറ്റം സംഭവിക്കും. അങ്ങനെ കേരളത്തിലെ മാത്രം നമ്മളൊന്ന് പരിശോധിച്ച് എത്രയോ ആയിരങ്ങളാണ് മദ്യം കൊണ്ട് നശിച്ചുകൊണ്ടിരുന്ന ഭവനങ്ങൾ യേശുവിന്റെ സുവിശേഷം കേട്ട് നന്മയിലേക്ക് കടന്നു വരുവാനിടയായത്. ആ മനുഷ്യ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ ഈ യേശുവിന്റെ ആ വചനത്തിന് ശക്തിയുണ്ടെന്നുള്ളത് കഴിഞ്ഞകാല അനുഭവം തെളിയിച്ചുകൊണ്ടിരിക്കുക. വളരെ എതിർപ്പുകൾ ഉണ്ടായിട്ടും രക്തസാക്ഷികൾ ഉണ്ടായിട്ടും വേദന അനുഭവിക്കേണ്ടി വന്നിട്ടും കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നിട്ടും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് സഹിച്ചും വഹിച്ചും വേദന അനുഭവിച്ചു അത് യേശുവിന്റെ സുവിശേഷം പറയുവാൻ വേണ്ടി ഇന്ന് ലോകത്തിന്റെ 5 വൻകരകളിൽ 2000 ചില്ലുവാനം ഭാഷകളിൽ സുവിശേഷന്മാരെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമാണ്. ഇതിന് ഇത്രമാത്രം പുരോഗതി ഉണ്ടാകാൻ കാരണം എന്താണ്? ഇതിന് ഇത്ര അനുകൂലമായി വരാൻ കാരണം എന്താണ്? ഏതെങ്കിലും ഗവൺമെന്റ് സപ്പോർട്ട് അല്ല, ഏതെങ്കിലും രാജ്യങ്ങളുടെ സപ്പോർട്ട് അല്ല. ഇത് സ്വർഗത്തിൽ നേരിട്ട്
നിയമിക്കുന്നത് കൊണ്ടാണ് ഈ വചനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര ദുഃഖത്തിലായിരിക്കുന്ന ഒരു ഭവനമായിരുന്നാൽ ഇന്ന് ഞങ്ങളെ കേൾക്കുമ്പോ ഏതെങ്കിലും ദുഃഖമോ വേദന അനുഭവിക്കുന്നവരാണ്, രോഗത്താൽ വലയുന്നവരാണ്, ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ സങ്കടപ്പെടുന്നവരാണ്. പ്രിയമുള്ളവരെ ഒന്ന് ഓർക്കണം, ആ യേശുവിലേക്ക് ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ, ആ യേശു ആരാണെന്ന് അറിയാൻ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എത്ര സന്തോഷമാ. ആ കാൽവറിയിലേക്ക് ക്രൂശമായി പോകുന്ന യേശുവിനെ നിങ്ങളൊന്ന് ഓർക്കണം. എന്തിനു വേണ്ടിയാ? യേശു ഏതെങ്കിലും പാപം ചെയ്തിട്ടാണോ തന്നേക്കാൾ വലിയ കുരിശുമായി പോകുന്നു? ഒരു ആശ്വാസത്തിന് വരാനക്കാരൻ വരുന്നു കണ്ടപ്പോൾ തന്നെ എത്ര സന്തോഷത്തോടെ യേശു തിരിഞ്ഞു നോക്കുന്നു. അങ്ങനെ ആ ക്രൂശ കിടന്നുകൊണ്ട് രണ്ട് കയ്യും രണ്ട് കാലും ഒക്കെ കൂട്ടി ആണി അടിച്ച് തലയിൽ മുൾമുടി വെച്ച് വിലാപുരം ചമ്മട്ടി കൊണ്ട് അടിച്ചു കയറി രക്തം ഒഴുകി കിടക്കുന്ന ആ യേശുവിനെ നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടേ പ്രിയമുള്ളവർ. എന്തിനു വേണ്ടിയാ അതിനങ്ങനെ വേദന അനുഭവിച്ച്? ലോകത്തിന്റെ പാപത്തെ ചുമന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഈ ലോകം എത്ര നാൾ നിലനിൽക്കുന്നു അത്ര നാൾ ആ യേശു മുഖാന്തരമായ ഒരു പാപമോചനം ലോകത്ത് ലഭിക്കണമെങ്കിൽ അവൻ അങ്ങനെ തന്നെ കിടക്കണം. അങ്ങനെ കിടന്നുകൊണ്ട് എന്റെ ദൈവമേ നിലവിളിക്കുന്ന യേശുവിനെ നമ്മൾ ഓർക്കണം കേട്ടോ. എന്തിനു വേണ്ടിയാണ് ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിത? നിന്റെ പാപക്കറകളെ കഴുകിക്കളയുവാൻ, നിന്റെ ഭവനത്തെ നന്നാക്കിയെടുക്കുവാൻ, നിന്റെ മക്കളെ നല്ല നിലയിലേക്ക് കൊണ്ടുവരുവാൻ, നീതിയായ മാർഗം കാണിച്ചു തരുവാൻ വേണ്ടിയാണ് അവനെ കഷ്ടവും വേദന അനുഭവിച്ച കാൽവരെ കിടക്കുന്നത് കേട്ടോ. അത് നമ്മൾ അവഗണിച്ചു പോകരുത്, അതിനെ നമ്മൾ മറന്നു പോകരുത് സ്നേഹിത. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതെ അറിഞ്ഞ് പഠിച്ച് ചിന്തിച്ചു വരുമ്പോൾ എത്രയോ സന്തോഷമാണ്, എത്രയോ അനുഗ്രഹമാണ്. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി: എത്ര സൗഭാഗ്യമേ, എത്ര സന്തോഷമേ ക്രിസ്തീയ ജീവിതം പാന്, എത്ര സന്തോഷമേ ക്രിസ്തീയ ജീവിതം. ഇത്ര നല്ലവന, ഇത്ര വല്ലവന യേശു ദൈവമായുള്ളതിന. ഇത്ര നല്ലവന, ഇത്ര വല്ലവന യേശു ദൈവമായുള്ളതിന. നല്ല സ്നേഹിതനായി, നല്ല പാലകനായി, അതെ നല്ല സ്നേഹിതനായി, നല്ല പാലകനായി ഇന്നും ജീവിക്കുന്ന യേശു. ഈ സുവിശേഷം കേൾക്കുമ്പോ നമ്മൾ ഓർക്കണം, ഇതെന്നോട് ദൈവം ഇടപെടുന്ന ഒരു സന്ദേശമാണെന്ന് ഓർത്ത് ഒന്ന് മനം തിരിയുന്നെങ്കിൽ എത്ര സന്തോഷമാണ്. ഒരു ശാസ്ത്രീയ അബദ്ധങ്ങളുള്ള ഒരു ബൈബിളല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് കേട്ടോ. 1934 ഡോക്ടർ ഹാരിസ് റിമ്മർ എന്ന് പറയുന്ന അമേരിക്കയിലെ സയൻസ് റിസർച്ച് ബ്യൂറോയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം. അമേരിക്കയിലെ സയൻസ് റിസർച്ച് ബ്യൂറോയുടെ ചെയർമാനായിരുന്ന ഡോക്ടർ ഹാരി റിമ്മർ ലോകത്തോടെ പ്രഖ്യാപനം നടത്തി. ഈ ബൈബിളിൽ ഏതെങ്കിലും ശാസ്ത്രീയ അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് $1000 അന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. 1934 $1000. 27 ലോക രാജ്യങ്ങൾ അവർ ലഘുലേഖ അടിച്ച് പരസ്യം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വില്യം ബ്ലോയ്ഡ് എന്ന് പറയുന്ന ന്യൂയോർക്കുകാരൻ അതിനെതിരായി വരികയും ബെഞ്ചമിൻ ഷാലക് എന്ന് പറയുന്ന ജഡ്ജിയുടെ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ബൈബിളിൽ അനേക ശാസ്ത്രീയ അബദ്ധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ 5 കൊല്ലം വാദപ്രതിവാദം നടത്തിയപ്പോൾ ബൈബിളിൽ നിന്ന് ഒരു ശാസ്ത്രീയ അബദ്ധം തെളിയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. $1000 ഇന്നും വാങ്ങാൻ ആരും തന്റെ ഇടം കാണിച്ചിട്ടില്ല. അങ്ങനെ 100% വിശ്വാസയോഗ്യമായ പ്രവർത്തനങ്ങളാണ് യേശു നടത്തിയത്. യേശുവിന്റെ വചനങ്ങളിൽ കപടമില്ല. യേശു പറഞ്ഞ ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഈ വചനത്തിന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല. ലോക സംഭവങ്ങളെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ എത്ര സന്തോഷമാണ്, എത്ര അനുഗ്രഹമാണ്. ലോകവനന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മാരകമായ രോഗം മനുഷ്യവർഗത്തെ കടിച്ചു നിന്നുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രികൾ മാഫിയ സംഘങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരൻ ചികിത്സിക്കാൻ പറ്റാത്ത നിലയിൽ അതൊക്കെ അധപ്പതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ എത്ര സന്തോഷം, എത്ര അനുഗ്രഹമാണ്. യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെയല്ല എന്ന്. ആ യേശു ക്രിസ്തു അനുഭവിച്ചറിയണം. അപ്പോൾ എന്റെ സന്തോഷം. നമ്മുടെ ഇടയിലെ ഒരു മഹാപണ്ഡിതനായിരുന്ന ഒരു ഗുരുവിന്റെ അടുക്കൽ ഒരു ഫോട്ടോഗ്രാഫർ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെയും മറ്റും ഫോട്ടോ എടുക്കുവാനിടയെ. അപ്പോൾ അദ്ദേഹത്തിന്റെ പരിസരത്ത് ആ മുറ്റത്ത് വന്ന ഒരു മാവ് നിറയെ മാമ്പഴം ഉണ്ടായിരുന്നു. പണ്ട് ആ ഗുരു പറഞ്ഞ മാവിന്റെയും ആ മാമ്പഴത്തിന്റെയും ഫോട്ടോ ഇടൊന്ന് എടുത്തു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ മാവിന്റെയും മാങ്ങയുടെയും ഫോട്ടോ എടുത്തു കൊടുത്തപ്പോൾ ഗുരു പറഞ്ഞു, എടാ ഈ മാമ്പഴത്തിന് നല്ല മധുരമാണല്ലോ, ഈ മധുരത്തിന്റെ ഫോട്ടോ എന്നെടുത്ത് തരാമോ എന്ന് ചോദിച്ചു.
അപ്പോൾ അവൻ പറഞ്ഞു, ഫോട്ടോഗ്രാഫർ പറഞ്ഞു, ഗുരു മാമ്പഴത്തിന്റെ എടുക്കാം, മാവിന്റെ എടുക്കാം, പരിസരത്ത് എടുക്കാം, പക്ഷെ അതിന്റെ മധുരത്തിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അനുഭവിച്ചറിയുവാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് തിന്നുമ്പോൾ നമുക്ക് അനുഭവിക്കുവാനേ പറ്റുള്ളൂ, ഫോട്ടോ എടുക്കാൻ പറ്റിയല്ല. ഇതുപോലെയാണ് സംഗീതക്കാരൻ പറയുന്നത്, ദൈവത്തെ പറ്റി പറയുമ്പോ പോവാൻ നല്ലവനെ രുചിച്ചറിവീൻ, അവരെ ശരണം പ്രാപിക്കുന്നവരെ ചെൻപാക്കുവാൻ. അപ്പൊ യേശുവിന്റെ ജനന മരണ പുനരുദ്ധാരങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കിയ റോമ ഗവൺമെന്റ് കാലത്ത് അനുഭവിച്ച വേദനകളൊന്ന് ഓർത്തു നോക്കിയാൽ പ്രിയമുള്ളവർ എത്ര ഭയങ്കരമാണ് അതിൽ അതിജീവിച്ചുകൊണ്ട് 2025-26 വർഷമായി ലോകം മുഴുവൻ എല്ലാവരുടെയും മാതൃഭാഷ സുവിശേഷം മുഴങ്ങുമ്പോ ഇതൊരു രാഷ്ട്രീയ സ്വാധീനം കൊണ്ടല്ല, ഒരു രാജ്യത്തിന് സപ്പോർട്ട് കൊണ്ടല്ല, സ്വർഗമാണ് ഈ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. എന്തിനു വേണ്ടി? തകർന്നു പോയിരിക്കുന്ന ഭവനങ്ങളെ നന്മയിലേക്ക് നയിക്കുവാൻ വേണ്ടി. ഏതൻ പരദീസയിൽ ആദാം ശ്രദ്ധിച്ചിട്ട് താവാൻ ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, സന്താനപുഷ്ടിയുള്ളവരായി ഭൂമി നിറഞ്ഞു വരുവീൻ. 2 പ്രാവശ്യം പറയുന്നുണ്ട്, സന്താനപുഷ്ടിയുള്ളവരായി ഭൂമി നിറഞ്ഞു വരുവീൻ. നമ്മുടെ ഭവനങ്ങൾ സന്തോഷമുള്ള ഭവനമാണെങ്കിൽ നമ്മളെക്കാൾ സന്തോഷിക്കുന്നത് കർത്താവായ ദൈവമാണ്. ആ സന്തോഷമുള്ള ഭവനങ്ങളെ കാണുവാൻ വേണ്ടി അവരുടെ അശുദ്ധി മാറ്റി, കേട് മാറ്റി, രോഗം മാറ്റി, സമൃദ്ധിയുടെ ആ കൊടുമുടിയിലേക്ക് കടന്നു വരുവാൻ നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ദൈവമാണ്, കർത്താവാണ്. അതുകൊണ്ടാണ് സുവിശേഷം ലോകത്തോട് പറയാനിടയായത്. ഇന്ന് ഈ വചനം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും സമാധാനമില്ലാത്തവരുണ്ടെങ്കിൽ, മദ്യത്തിനടിയപ്പെട്ടവരാണെങ്കിൽ, മയക്കുമരുന്നിനടിയപ്പെട്ടവരാണെങ്കിൽ, നിങ്ങൾ യേശുവിനോട് പറഞ്ഞാൽ മതി, കർത്താവേ എന്നൊരു മോചനം എനിക്ക് തരണം, എനിക്കൊരു നല്ല മനുഷ്യനായി ജീവിക്കണം, എന്റെ ഭവനം ഒന്ന് അനുഗ്രഹിക്കപ്പെടണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി യേശുവിനോട് പറഞ്ഞാൽ നിങ്ങളുടെ ഭവനം സന്തോഷഭവനമായി മാറും. ശോഭനമായ ഒരു ഭാവി നിങ്ങൾക്ക് തരും. അത് മനുഷ്യവർഗത്തിന്റെ അതേ ഭാവി ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് കാണുവാൻ സാധിക്കും. നിങ്ങളോട് പ്രസംഗം ഞങ്ങളൊക്കെയും സമാധാനമില്ലാത്തവരും അശുദ്ധരും പാവവഴികളെ തെരഞ്ഞവരുമായിരുന്നെന്ന് യേശുവിനെ അറിഞ്ഞപ്പോ, സുവിശേഷം കേട്ടപ്പോ സന്തോഷമുള്ളവരായി തീർന്നു. അങ്ങനെ കർത്താവിന്റെ മക്കളായി തീരുവാനും അതേ ഈ വചനം ലോകത്തോട് അറിയിക്കുവാനും ഞങ്ങൾക്കൊരു ഭാഗ്യം നൽകുന്നു. ഈ വചന കേൾവി നിങ്ങൾ അവഗണിച്ച് കളയരുത് പ്രിയമുള്ളവരെ. ഇതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ അതിന്റെ നമ്പർ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സാധിക്കും. ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൂടെ ചുരുക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷ പല്ലോ തകർന്നതാകയാ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷ പല്ലോ തകർന്നതാകയാ, ഇനി തെല്ലാം ഭയമില്ല, മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയായി. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ, എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ, ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ യേശു കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുവാൻ, നമ്മുടെ ഭവനങ്ങളിൽ ജീവിക്കുവാൻ, അശുദ്ധികൾ മാറിപ്പോകുവാൻ, ദൈവരാജ്യ ചിന്തകളെ കടന്നു വരുവാൻ, ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ ഈ വചന കേൾവിയാർക്കിടയാകട്ടെ. സഹകരിച്ച എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ഈ മീറ്റിംഗ് കൂടെ അവസാനിപ്പിക്കുന്നു. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ പരസ്യകാലത്തിൽ നിന്ന് കർത്താവിനെ പ്രസംഗിക്കുവാൻ ഒരവസരം തന്നതിനായി സ്തോത്രം. കേൾവിക്കാരെ അവരെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. മാനസാന്തരത്തിന് അനുഭവം കൊടുക്കണമേ. മദ്യപാനികൾ മദ്യപാനം വിട്ട് മാനസാന്തരത്തിന് വരുവാൻ, മയക്കുമരുന്നടിമപ്പെട്ടവർ അതിൽ നിന്ന് വേർവിടുവാൻ, പുകവലിക്കാരങ്ങനെ ലോകത്തിന്റെ ഇമ്പങ്ങളും മയക്കുമരുന്നും മദ്യവുമായി നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകൾക്കൊരു മാനസാന്തരപ്പെടുവാൻ ഇവതിനിടയാക്കണമേ. രോഗികൾ സൗഖ്യം, ഭാവികൾക്ക് മാനസാന്തരം കൊടുക്കണം. ഭവനങ്ങളിൽ കേൾക്കുന്നവരെ അനുഗ്രഹിക്കണം. ഇതിനെ സഞ്ചരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണമേ സ്വർഗീയ പിതാവേ, ആമേൻ.
യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. പരിശുദ്ധാത്മാവ് നൽകുന്നു. അവൻ രാജാവായി വേഗം വരുന്നു. നിന്റെ ദൈവത്തെ ഉൾക്കൊള്ളുക. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. സ്തോത്രം.